ഗിയറിന്റെ ചെറിയൊരു കാര്യം എനിക്ക് അറിയണമെന്ന് പറഞ്ഞു തരാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, റിവേഴ്സ്, തേർഡ് ഗിയർ, ഫോർത്ത് ഗിയർ, റിവേഴ്സ് ഗിയർ. അപ്പൊ എപ്പോ നമ്മുടെ വണ്ടി നിന്ന് കഴിഞ്ഞാലും നമുക്ക് ഫസ്റ്റ് ഗിയറിൽ നമ്മൾ എടുക്കുക. ആ സ്പീഡിൽ ഗിയറിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 0 സ്പീഡ് തൊട്ടിട്ട് ഒരു 10 സ്പീഡ് വരെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫസ്റ്റ് ഗിയറിൽ പോകാം. ഓക്കെ, ഈ ഫസ്റ്റ് ഗിയറിൽ ഇനി 15 സ്പീഡിലും 20 സ്പീഡിലും പോകും. പക്ഷെ നമുക്ക് എത്ര സ്പീഡ് മതി? 10 സ്പീഡ് മതി. അങ്ങനെ ആ 10 സ്പീഡിൽ നമ്മൾ വൃത്തിയായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെക്കൻഡ് ഗിയറിലോട്ട് ഇടാം. അപ്പൊ നേരെ ആ 10 സ്പീഡിൽ നമ്മൾ സെക്കൻഡിലോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേന് ചിലപ്പോൾ വണ്ടി ക്ലച്ച് ഊട്ടി ഗിയർ ഇട്ട് വരുമ്പോഴത്തേന് ചിലപ്പോൾ സ്പീഡ് എന്താവും? 5 ആയി പോകും. അപ്പൊ ആ സെക്കൻഡ് ഗിയറിന് എന്തുണ്ടാവും? മുന്നോട്ട് പോകാൻ ചിലപ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് വരും. അപ്പൊ അങ്ങനെ നമ്മൾ ഫസ്റ്റിന്ന് സെക്കൻഡിലോട്ട് ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 10 സ്പീഡിന് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ തന്നെ എന്താക്കണം? ഒരു 15 സ്പീഡിലോട്ട് എന്ത് ചെയ്യണം? ചവിട്ടി കൊടുക്കണം. ഓക്കെ, അങ്ങനെ 15 സ്പീഡിലോട്ട് ആക്കിയിട്ട് നമ്മൾ ക്ലച്ച് ചവിട്ടി സെക്കൻഡിലോട്ട് ഇടുമ്പോഴത്തേനും ഒരു 10-12 സ്പീഡ് ഉണ്ടാവും. കഴിവില്ലാതെ കുറഞ്ഞവരാണെങ്കിൽ ചിലപ്പോൾ ഇച്ചിരി കൂടെ കുറഞ്ഞു കൂട്ടും. അപ്പൊ ചിലപ്പോൾ ഇച്ചിരി കൂടെ എന്താവും? അത് എക്സ്പീരിയൻസിനനുസരിച്ചാണ്. അങ്ങനെ സെക്കൻഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 10ന്റെ എബവ് ഒരു 20 സ്പീഡ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഗിയറിൽ പോയാൽ മതി. അതിന് ആക്സിഡന്റ് കൊടുത്താൽ 25ലും പോകും, 30ലും പോകും. പക്ഷെ നമുക്ക് എത്ര സ്പീഡ് മതി? ഒരു 20 സ്പീഡ് മതി. നിരന്ന വഴിയിലത്തെ കാര്യം പറയണേ, കയറ്റത്തിന്റെ അല്ല. അങ്ങനെ പിന്നെ നമുക്ക് 20 സ്പീഡിൽ പോണ വണ്ടി നമ്മൾ ആക്സിഡന്റ് കൊടുത്ത് 25ലും 30ലും പോകും. പക്ഷെ നമുക്ക് വേണ്ട, പോകണ്ട, 20ൽ പോയാൽ മതി. അങ്ങനെ വീണ്ടും നമുക്ക് വഴി നന്നായി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 25ലോട്ട് ആക്കിയിട്ടേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? തേർഡിലോട്ട് ഇടാവൂ. അങ്ങനെയാണെങ്കിൽ 25, 30, 35 എബവ് വരെ നമുക്ക് ഏത് ഗിയറിൽ പോകാം? ഈ തേർഡ് ഗിയറിൽ പോകാം. അപ്പൊ ഈ തേർഡ് ഗിയറിൽ നമ്മളൊരു 30-35 സ്പീഡിൽ പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഗിയറൊന്നും ഡൗൺ ചെയ്യേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ ക്ലച്ച് ചവിട്ടി നേരെ സെക്കൻഡിലോട്ട് ഇടുമ്പോൾ എന്തായിരിക്കും? ഈ സ്പീഡ് ചിലപ്പോൾ കുറയൂല. അങ്ങനെ ഡൗൺ ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ നമുക്ക് ഒരു മനസ്സിലൊരു, ഇപ്പൊ ഞാൻ സ്പീഡിന്റെ കാര്യം പറഞ്ഞിട്ടുള്ളൂ, 35 എബവ്. ഇതിന്റെ ഒരു ലോയും കൂടി ഉണ്ട്. നമുക്ക് സെക്കൻഡ് തേർഡിലാണെങ്കിൽ നമുക്കൊരു 25 സ്പീഡ് വരെ നമുക്ക് എന്ത് ചെയ്യാം? കുറയ്ക്കാം. 35 പോണ വണ്ടിയാണെങ്കിൽ നമുക്കൊരു 25 സ്പീഡ് വരെയെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ബ്രേക്ക് ചവിട്ടി സ്പീഡ് കുറയ്ക്കാം. പിന്നെയും ബ്രേക്ക് ചവിട്ടി കുറയ്ക്കേണ്ട ആവശ്യം വന്നാൽ നമ്മൾ ആ സമയത്ത് എന്ത് കൊടുക്കണം? ക്ലച്ച് കൊടുക്കണം. എന്നിട്ട് ഒരു 20 സ്പീഡ് ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ ആ 25 നേരെ സെക്കൻഡിലോട്ട് ഇടാൻ പറ്റൂല. സെക്കൻഡിലോട്ട് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഒരു 20ന്റെ താഴോട്ട് സ്പീഡ് വന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് സെക്കൻഡിലോട്ട് പറ്റുള്ളൂ. അപ്പൊ നമുക്ക് 25ന് താഴോട്ട് വന്നാൽ ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചവിട്ടി നമ്മൾ ഇടയ്ക്ക് സ്പീഡോമീറ്ററിലോട്ട് നോക്കണം. എന്നിട്ട് ഒരു 20ന്റെ താഴോട്ട് വന്നിട്ടേ നമ്മൾ അവിടുന്ന് ഏത് ഗിയറിലോട്ട് ഇടാവും? സെക്കൻഡിലോട്ട് ഇടാവും. അല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി എടുക്കുമ്പോൾ എന്തുണ്ടാവും? ഒരു കുത്തു വരും. അങ്ങനെ നോക്കി എടുക്കണം. അങ്ങനെ ഫോർത്ത് ഗിയറിലാണെങ്കിൽ നമുക്ക് 35ന്റെ എബവ് ഉണ്ടെങ്കിൽ നമുക്ക് ഫോർത്തിലോട്ട് ഇടാം. ആ ഫോർത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിന് വേറെ ഗിയറില്ല. നമുക്ക് 80ലോ 60ലോ 100ലോ 120ലോ പോകണമെങ്കിൽ നമുക്ക് ഏത് ഗിയറാ പിന്നെ ഉള്ളൂ? 4ാമത്തെ ഗിയറേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആ സ്പീഡിൽ പോണ എൻഡിങ്ങും മനസ്സിലാവണം. ഇതിനെ കൊണ്ട് മാക്സിമം എത്ര കുറച്ച് പോകാൻ പറ്റുന്നുള്ളൂ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓടിക്കുന്നവർ മനസ്സിലാവണം. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഈ മീറ്ററിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം? വണ്ടിന്റെ സ്പീഡ് നോക്കുകയും ചെയ്യണം. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണാം.